എൻ്റെ കൃപാസന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജെഫി, ഭർത്താവിൻ്റെ പേര് നൈസൻ അഗസ്റ്റിൻ. ഞങ്ങൾ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു. 2019 ജനുവരി മാസം 31 തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. വിവാഹം കഴിഞ്ഞ് 4 വർഷങ്ങളായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹശേഷം ആദ്യത്തെ 9 മാസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നെങ്കിലും ആ സമയം ഞാൻ കൺസീവ് ആയില്ല. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് മറൈൻ എഞ്ചിനീയറാണ്. ജോലിയുടെ ആവശ്യവുമായി അദ്ദേഹം സെയിലിങ്ങിലായിരുന്നു. കോവിഡ് വന്ന സമയത്തൊക്കെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. പിന്നീട് 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി കാലയളവ് പൂർത്തിയാകുന്നതിന് മുമ്പ് 2022 നവംബർ 13 തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. 2023 ജനുവരി 25 തീയതി എനിക്ക് വിശേഷമുണ്ടെന്ന് അറിയുകയും ഞങ്ങൾക്ക് 2023 സെപ്റ്റംബർ 19 തീയതി ചൊവ്വാഴ്ച 10:10 36 വയസ്സുള്ള ഞാൻ സുഖപ്രസവത്തിലൂടെ ഈ കുഞ്ഞുമകനെ എനിക്ക് മാതാവ് നൽകി. 36 വയസ്സുള്ള എനിക്ക് ആ ഒരു സമയത്ത് നോർമലായിട്ട് 10:10 തന്നെ പ്രസവിക്കാൻ പറ്റിയത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമയഘടികാരം എന്തിന് മാതാവ് 10:10 ലോകത്തുള്ള എല്ലാ ക്ലോക്കിൻ്റെയും സ്റ്റാൻഡേർഡ് ടൈമാണ് 10:10. എനിക്ക് ഇത് മാതാവിൻ്റെ കുഞ്ഞാണ് എന്ന് ബോധ്യപ്പെടാൻ ഇതിനെക്കാട്ടിയും വലിയൊരു തെളിവും ആവശ്യമില്ല. ഇതെനിക്ക് മാതാവ് നൽകിയ കുഞ്ഞാണ്. രണ്ടാമതായി ഹസ്ബൻഡ് മറൈൻ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ എക്സാം കുറച്ചായിട്ട് എഴുതിയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പലതവണ എക്സാം എഴുതിയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഉടമ്പടി കാശ് രൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് ഓറൽ എക്സാം എഴുതിയതിൻ്റെ ഭാഗമായി ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഈ എക്സാം പാസ്സാവുകയും അതിനനുസരിച്ച് നല്ലൊരു കോൺട്രാക്റ്റ് ലഭിക്കുകയും ചെയ്തു. മൂന്നാമതായിട്ട് എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ച കാര്യമാണ്. 2010 ബിടെക് പാസ്സായ വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം പലതവണ എക്സാംസ് എഴുതിയിട്ടുണ്ട്. പലതവണ ഗവൺമെൻറ് ലിസ്റ്റിലും അല്ലാതെയുമൊക്കെ പലതവണ വന്നിട്ടുണ്ട്. PSCയുടെ ലിസ്റ്റിൽ തന്നെ 3-4 തവണയോ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ചില്ല ആ സമയത്തൊന്നും. പക്ഷേ ഈ കാലയളവിലുള്ള സമയത്ത് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതിന് ശേഷം 2024 നവംബർ 13 തീയതി ഞാൻ സർവീസിൽ കയറി. എറണാകുളം ജില്ലയിലെ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് എനിക്ക് ജോലി ലഭിച്ചു. എൻ്റെ കഴിവുകൊണ്ടല്ല എനിക്ക് ഈ ജോലി കിട്ടിയത്. എൻ്റെ കഴിവുകൊണ്ട് കിട്ടാനായിരുന്നെങ്കിൽ 2010 മുതൽ ഞാൻ പലതവണ എക്സാം എഴുതിയ വ്യക്തിയാണ്. ഇതെൻ്റെ മാതാവ് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ എക്സാം എഴുതി ഞാനിപ്പോൾ ഗവൺമെൻറ് സർവീസിൽ കയറി അവിടെ വർക്ക് ചെയ്യുന്നത്. എപ്പോഴും എക്സാം എഴുതാൻ പോകുമ്പോൾ എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എൻ്റെ കൂടെ കരുതും. മാതാവ് കാരണം മാത്രമാണ് എനിക്ക് ഈ ജോലി ലഭിച്ചത്. നാലാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടിയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് വേണ്ടി അവർക്കും മക്കളുണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് 11 വർഷമായിട്ട് അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അവരുടെ കാര്യവും കൂടി ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ദൈവം മാതാവ് അവർക്കും ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഹൈന്ദവരായ സഹോദരങ്ങൾക്ക് 11 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു കുഞ്ഞ് ലഭിച്ചു. എനിക്ക് മാതാവ് ഇവിടെ വന്ന നാൾ മുതൽ ഒത്തിരി അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ആ കൺസീവ് ആവുന്ന ആ സമയങ്ങളിൽ ഉടമ്പടി കാലയളവിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശ് വരക്കുമ്പോൾ എന്നും ഹസ്ബൻഡ് ഉടമ്പടി തൈലം എൻ്റെ അടിവയറ്റിൽ പെരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് നൽകിയത്. അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം ഞങ്ങൾ തമിഴ്നാട്ടിൽ വേളാങ്കണ്ണിയിൽ അങ്ങനെയെല്ലാം നൽകുമായിരുന്നു. നാട്ടിലും പള്ളികളിൽ പ്രാർത്ഥിച്ച് എപ്പോഴും പത്രം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഈ പത്രം വാങ്ങുന്നവർക്ക് മാതാവിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കുവാനും അവരുടെ ഭവനങ്ങളിൽ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ പത്രങ്ങളെല്ലാം നൽകിയിരുന്നത്. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ദാനധർമ്മവും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നു. എനിക്ക് മാതാവ് നൽകിയ എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.